മാഷേ, ഒടുവിൽ നവീൻ ബാബുവിന്റെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തു വരികയാണ്. അതിപ്പോ കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പി ദിവ്യ കുറ്റക്കാരിയാണ് എന്നാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോ റിപ്പോർട്ടർ ചാനലിലെ സുജയ്ക്കെതിരെ ഒരു പരാതിയുമായി പി ദിവ്യ രംഗത്ത് വന്ന ദിവസങ്ങൾക്കകം തന്നെ പി ദിവ്യ കുറ്റക്കാരിയാണ് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നു. എന്തായിരിക്കും ഇനി? എന്തായാലും കുടുംബം ആരോപിച്ചതും പി ദിവ്യ തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യയുടെ പ്രസംഗങ്ങൾ തന്നെയാണ് മരണത്തിൽ കലാശിച്ചത് എന്നുള്ളത്. ചില സഹാക്കന്മാരും പറഞ്ഞു, പിണറായി ഉൾപ്പെടെ പി ദിവ്യയുടെ എടുത്തുചാട്ടം തന്നെയാണ് നവീൻ ബാബു എന്ന് പറയുന്ന സത്യസന്ധന ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണമെന്ന്. ഈ കുറ്റക്കാരി എന്ന് പറയുമ്പോൾ എന്താകും ഉദ്ദേശിക്കുന്നത്? നമ്മളിതിൻ്റെ ഈ കേസ് ആരംഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണശേഷം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പി ദിവ്യയുടെ അനാവശ്യമായ ഇടപെടലുകളും അവരുടെ ബോധപൂർവമായിട്ടുള്ള പ്രസംഗവും ആസൂത്രിതമായിട്ടുള്ള നടപടികളുമാണ് നവീൻ ബാബു എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു. അത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ കുറ്റപത്രം പുറത്തു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കേരളം മുഴുവൻ വളരെ സങ്കടത്തോടു കൂടി ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഞാൻ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരോട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് വലിയ സങ്കടമായിരുന്നു ആ വിഷയത്തിലുണ്ടായത്. കാരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പൊലിഞ്ഞു എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അതായത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് ഏത് പാർട്ടിയിലെ അംഗങ്ങളായാലും, കാരണം ഓരോരുത്തർക്കും ഓരോ സംഘടനയും ഓരോ പാർട്ടിയും ഒക്കെയാണ്, എങ്കിൽ പോലും അവരെല്ലാവരും ആ വിഷയത്തിൽ ഒറ്റ നിലപാടിലായിരുന്നു. അത് സങ്കടകരമായിട്ടുള്ള നിലപാട് തന്നെയായിരുന്നു. അത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ കുറ്റപത്രം വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോവുക? പോലീസിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. അദ്ദേഹം മരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ആത്മഹത്യയാണ് എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ്. ആ ആത്മഹത്യക്ക് കാരണക്കാരി പി ദിവ്യയാണ് എന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടോ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പാർട്ടിക്ക് പോലും വലിയ തരത്തിൽ മാനഹാനി ഉണ്ടാക്കിയതും അതേപോലെ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു സമീപനമായിരുന്നു പി ദിവ്യയുടെ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിലെടുത്ത നിലപാട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് കടുത്ത ശിക്ഷയിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. പക്ഷെ പി ദിവ്യയെ പോലെ ശക്തയായ, കരുത്തായ, പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ്, ആ നേതാവിനെതിരെ ഈ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കുറ്റപത്രമാണോ മാഷെ? കാരണം ഈസിയായി ഇറങ്ങി വരാനുള്ള വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് അങ്ങനെ തയ്യാറാക്കിയ ഒരു കുറ്റപത്രമായിരിക്കുമോ? അല്ല, കുറ്റപത്രത്തിൻ്റെ പൊതു സ്വഭാവം എന്താണ് എന്ന് നമുക്കിപ്പോൾ അറിയില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ ന്യായീകരിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ പോലീസ് തയ്യാറാക്കുന്ന കുറ്റപത്രങ്ങൾ എല്ലായിടത്തും പല ഘട്ടങ്ങളിലും ലൂപ്പ് ഹോളുകൾ ധാരാളമുള്ളതായിട്ട് നമുക്ക് നമ്മുടെ പല കേസനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലും വേണമെങ്കിൽ അത്തരത്തിലുള്ള ലൂപ്പ് ഹോളുകൾ ഉണ്ടാകാം. കോടതികളിൽ ചെല്ലുമ്പോൾ കോടതികളിൽ നിന്ന് കുറ്റവാളികൾ രക്ഷപ്പെടുന്നത്, നമ്മളുടെ പൊതു കാഴ്ചപ്പാടെന്ന് പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഈ പോലീസ് കുറ്റപത്രം തയ്യാറാക്കുന്ന സമയത്ത് പലപ്പോഴും ആ കാഴ്ചപ്പാട് അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലൂപ്പ് ഹോളുകൾ ധാരാളമായിട്ട് അത്തരം കുറ്റപത്രങ്ങളിൽ ഉണ്ടാകാറുള്ളത്. അത് വെച്ചിട്ടാണ് കോടതിയിൽ ചെല്ലുന്ന സമയത്ത് ഈ ആളൂരിനെ പോലുള്ള ആളുകൾ കടന്നു വന്ന് കുറ്റവാളികളെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത്. പി ദിവ്യയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് കുറ്റപത്രത്തിൻ്റെ സ്വഭാവം ശരിയായ രീതിയിൽ പഠിച്ചതിന് ശേഷമേ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. എന്തായാലും പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹങ്ങൾ, പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തൽ, അതിന് പരിഗണന ലഭിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നത് ആശ്വാസകരമായൊരു കാഴ്ചയാണ്. കാരണം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കുറ്റപത്രം വേണമെങ്കിൽ പോലീസിന് തയ്യാറാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ആ പണിക്കൊന്നും പോലീസ് പോയിട്ടില്ല എന്നാണ് പൊതുവേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം എനിക്കൊന്ന് മുഖ്യമന്ത്രിയുടെ തന്നെ ശക്തമായിട്ടുള്ള നിലപാട് അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവേണ്ട. പക്ഷെ മഞ്ജുഷ
CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം നിരന്തരം ഡിവിഷൻ ബെഞ്ചിലും സിംഗിൾ ബെഞ്ചിലും ഉൾപ്പെടെ ഉന്നയിച്ചു, ഹൈക്കോടതിയിലും ഉന്നയിച്ചു, സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ CBI അന്വേഷണം വന്നാൽ ഇതിലെ പല ബിനാമി ഇടപാടുകളും പുറത്തു വരുമെന്നുള്ളൊരു ഭയം CPM-ലെ പലർക്കും ഉണ്ടാകണം. കാരണം ദിവ്യയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച പലർക്കും. ഈ പ്രശാന്തൻ എന്ന് പറയുന്ന പെട്രോൾ പമ്പിന്റെ ഉടമ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞത് അത് പിന്നീട് കൈക്കൂലി കൊടുത്തിട്ടില്ല, കൈക്കൂലി വാങ്ങിയിട്ടുമില്ല നവീൻ ബാബു എന്നുള്ള വിവരം കുറ്റപത്രത്തിലുണ്ട്. മാത്രമല്ല AKG സെന്ററിലെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ പരാതി തയ്യാറാക്കി കൊടുത്തതെന്ന് പറയുന്നു. എന്നിട്ട് പോലും പ്രശാന്തനെതിരെ ഒരു കേസ് എടുക്കാനോ പ്രതി ചേർക്കാനോ പോലീസോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളോ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ പ്രശാന്തൻ പലരുടെയൊക്കെ ബിനാമിയാണ്. പ്രശാന്തനെ പിടിച്ചാൽ പലതും പുറത്തു വരും. അതുകൊണ്ട് ഇപ്പോ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ സമാധാനപ്പെടുത്താൻ ജനങ്ങളുടെ മുന്നിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ വിഷയം ചർച്ചയാകപ്പെടാതിരിക്കാൻ വേണ്ടി ദിവ്യയെ കരുവാക്കുകയാണോ? അല്ല, അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാം. കാരണം അത് സ്ട്രാറ്റജിക്കൽ പോളിസികളാണല്ലോ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തൽക്കാലം ആരോപിക്കുന്നതിൽ കഥയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇക്കാര്യം വിശദമായിട്ട് പറഞ്ഞിരുന്നതാണ്. നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ കാണുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മുടെ നിലപാടെന്ന് പറയുന്നത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ കുറ്റപത്രം വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കും പലരെയും പലതരത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയുമായിരുന്നു. എങ്കിലും അന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് പരിശോധിച്ച് നമ്മൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് വളരെ നിഷ്പക്ഷമായിട്ടുള്ളൊരു സമീപനം നമ്മൾ പുലർത്തിയത് കൊണ്ട് തന്നെയാണ് ആ വീഡിയോ വളരെയധികം ആളുകൾ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള ഈ പൊളിറ്റിക്കൽ ആംഗിളിലേക്കൊന്നും അതിനെ ഇപ്പോൾ തൽക്കാലം കൊണ്ടുപോകേണ്ടതില്ല. പക്ഷേ ഇതിനൊക്കെ അങ്ങനെയുള്ള വശങ്ങളുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എതിർകക്ഷികൾ UDF ആയി കഴിഞ്ഞാലും BJP ആയി കഴിഞ്ഞാലും ഈ വിഷയത്തെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് അവർ ചിന്തിക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം യഥാർത്ഥത്തിൽ ഈ ഭരണപക്ഷം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പാടുള്ളൂ. ഒന്ന്, ഇത് ഇടതുപക്ഷ കുടുംബത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഒരു പരിഗണന എത്രത്തോളം കൊടുത്തു എന്നുള്ളത് സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. കാരണം ഗോവിന്ദ മാസ്റ്റർ അവരുടെ വീട്ടിൽ പോവുകയും പാർട്ടി കുടുംബത്തോടൊപ്പം ഉണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്തെങ്കിലും അതിലൊന്നും വലിയ വിശ്വാസം കുടുംബത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കുടുംബം CBI അന്വേഷണം വേണം എന്ന് പറയാൻ കാരണം അവരിപ്പോഴും വിശ്വസിക്കുന്നില്ല ദിവ്യ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന്. കാരണം പ്രശാന്തനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അധോലോക സംവിധാനങ്ങളൊക്കെ ഒരുപക്ഷെ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. മാത്രമല്ല ഇത് ആത്മഹത്യയാണെന്ന് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതികളിൽ പോവുകയും പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് CBI അന്വേഷണം എന്ന നിലയ്ക്ക് CBI അന്വേഷണത്തിന് അനുകൂലമായ നിലപാട് കോടതി എടുത്തിട്ടില്ല. പക്ഷേ വീണ്ടും അവർക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നു, അവർ പോയിട്ടുണ്ട്. അതിൻ്റെ നിലപാട് എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ കഴിയൂ. പക്ഷേ ഇതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി, ഈ കളക്ടറുടെ പങ്ക് കൂടി വിശദമായി. കാരണം കളക്ടറുടെ മൊഴി ഇവിടെ നിർണായകമാണ്. നവീൻ ബാബുവിനെ പിന്നെ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ ദിവ്യ വന്നത് കളക്ടർ പറഞ്ഞിട്ടാണ്, ഇങ്ങനെ വൈകിട്ടൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ദിവ്യ വന്നത് എന്ന് പറയുന്നു. അപ്പോൾ കളക്ടറിന്റെ മൊഴി അത് ഇതിൽ നിർണായകമാണ്. കളക്ടർ പൊതുവേ നവീൻ ബാബുവിനെ താല്പര്യമില്ലാത്ത ഒരാളാണ് കളക്ടർ എന്ന് പറയുന്നു. അത്തരത്തിൽ കളക്ടർ മൊഴി മാറ്റിയാൽ ദിവ്യയ്ക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത ഏറെയല്ലേ? അല്ല, കോടതിയിലേക്ക് കേസ് വരുന്ന സമയത്ത് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും കോടതിയിൽ വിചാരണ ആരംഭിക്കുമ്പോൾ അതിൻ്റെ സാക്ഷികൾ, അതിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ എടുക്കുന്ന നിലപാടുകൾക്ക് വലിയ സ്വാധീനം ഉണ്ടാകും. കളക്ടറുടെ കോടതിയിൽ അദ്ദേഹം നൽകാൻ പോകുന്നതായിട്ടുള്ള മൊഴിക്കും കൂടുതൽ പ്രാധാന്യമുണ്ടാകും. അങ്ങനെയാണല്ലോ പല കേസുകളും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അമ്പരപ്പിക്കുന്ന തരത്തിലേക്ക് കുറ്റവാളികളിൽ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ കോടതിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നേ കാണാൻ കഴിയുള്ളൂ. കാരണം ഇവരുടെ നിലപാടുകൾ എങ്ങനെ എടുക്കുന്നു എന്ന് നോക്കണമല്ലോ. കാരണം നമ്മൾ നേരത്തെ സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ കളക്ടർക്ക് നവീൻ ബാബുവിനോട് താല്പര്യമില്ലായിരുന്നു എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. അതൊക്കെ അദ്ദേഹം എങ്ങനെ തുടരും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസിൻ്റെ വിധി വരാനായിട്ട് പോകും.